പരിശോധന ദുഷ്കരമാവുകയാണ്. ഒരാൾ പൊക്കത്തിൽ തന്നെ മാലിന്യം ഉറച്ചുപോയി എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് പരിശോധനയ്ക്കുള്ള വഴിയൊരുക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? അഷിൻഡിയൊക്കെ കേൾക്കാമോ? ഇപ്പോൾ നിലവിൽ ഈ വെള്ളം പമ്പ് ചെയ്ത് ആർട്ടിഫിഷ്യലായി ഈ ജലനിരപ്പ് ഉയർത്തി ഈ മാലിന്യം പുറത്തേക്ക് തള്ളാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഉള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭാഗത്തു കൂടി നിന്നാകും നേരത്തെ അവിടെ നിന്നും പുറന്തള്ളുന്ന വെള്ളം അതിലൂടെ ഈ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യം പുറത്തേക്ക് വരിക. ഈ ഒരു സ്ഥലത്ത് നിന്നും, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്നുമായിരിക്കും ഇത്തരത്തിൽ വെള്ളം ആർട്ടിഫിഷ്യലി ജെറ്റ് ചെയ്ത് ഈ ചവറിനെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്നും വലിയ രീതിയിൽ പുറത്തേക്ക് വരുന്ന ഈ ഒരു ചവറ് ഇത് നീങ്ങിയതിന് ശേഷം മാത്രമേ സ്കൂബ സംഘത്തിന് നിലവിൽ അകത്തിറങ്ങി പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ഈ സ്കൂബ സംഘം ഈ ജലത്തിലിറങ്ങിയിട്ടുള്ള പരിശോധന നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഇറങ്ങി അതിനിടയിൽ പരിശോധന നടത്താൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം ഇവിടെ ഇല്ല. നേരത്തെ ഈ വെള്ളം ഇങ്ങനെ മഴ കുറഞ്ഞതോടുകൂടി തന്നെ ഈ വെള്ളം ഇവിടെ ഇറങ്ങിയിരുന്നു, ഈ ആമഴഞ്ച തോട്ടിൽ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വെള്ളത്തിനടിയിൽ ഇറങ്ങിയുള്ള പരിശോധന അസാധ്യമാണ്. കാരണം 2-2.5 മീറ്റർ 3 മീറ്ററോളം ഉയരത്തിലാണ് ഈ ചവറ്. അത്രയും ഉയരത്തിൽ, അത്ര കോൺക്രീറ്റ് കട്ടിയിൽ, ഭാരത്തിലാണ് ഈ ചവർ ഇതിനിടയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനടിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള സാഹചര്യം അസാധ്യമാണ്. കാരണം ഈ ചവർ ഈ വന്ന് ജലം കുറയുന്നത് കൊണ്ട് തന്നെ ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് പുറത്തേക്കാണ് ഈ വേസ്റ്റ് ഇങ്ങനെ വന്ന് അടിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാരം കൊണ്ട് തന്നെ ഇവർക്ക് തിരിച്ചിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെ നേരത്തെ പ്ലാറ്റ്ഫോം നമ്പർ 5 അവിടെ സ്ലാബ് ഇളക്കിയുള്ള പരിശോധനയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ സ്ലാബ് ഇളക്കിയപ്പോൾ പോലും വലിയ രീതിയിലുള്ള ദുർഗന്ധം, ചവറുമാണ് അല്ലെങ്കിൽ മാലിന്യവുമാണ് അവിടെയും ഉണ്ടായിരുന്നത്. ഇത് വകുന്നു മാറ്റിയ ശേഷമാണ് ഈ സ്കൂബ സംഘം അതിലേക്ക് ഇറങ്ങിയതും. പിന്നീട് ഇവർ 10-15-20 മിനിറ്റോളം ആ വെള്ളത്തിൽ തന്നെ കിടന്ന് പരിശോധന നടത്തുന്നു. പക്ഷേ അപ്പോഴും വില്ലനായി എത്തുന്നത് ഈ മാലിന്യ കൂമ്പാരം തന്നെയാണ്. കാരണം ഇവർ മാലിന്യം വകുഞ്ഞു മാറ്റും തോറും കൂടുതൽ ശക്തിയോടെ, കൂടുതൽ അളവിൽ മാലിന്യം അവിടെ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ വെള്ളത്തിൻ്റെ അളവ് കൂടി കുറഞ്ഞതോടെ ഈ രക്ഷാദൗത്യം വീണ്ടും ദുഷ്കരമാവുകയായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഇത്തരത്തിൽ വെള്ളം പമ്പ് ചെയ്ത് ജലത്തിൻ്റെ പ്രഷർ കൂട്ടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഫ്ലോ അതിൻ്റെ ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് ഈ ചവർ മുഴുവനായി ഇങ്ങ് പുറത്തേക്ക് എമിറ്റ് ചെയ്തതിന് ശേഷം പരിശോധന നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഈ റെയിൽവേയുടെ തന്നെ ഇവിടെയുള്ള ഈ ഇരുമ്പ് പൈപ്പിൽ നിന്നുള്ള വെള്ളമടക്കം ഉപയോഗിച്ചായിരിക്കും പരിശോധന നടത്തുക എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം ഈ ജലനിരപ്പ് ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം, ഈ മാലിന്യങ്ങൾ നീക്കിയതിന് ശേഷം ആണ് ഈ ഒരു സംഘം വീണ്ടും പരിശോധന നടത്തുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും സമയമെടുക്കും. പക്ഷേ അതും ആശങ്കയേറ്റുന്നുണ്ട്. കാരണം ഈ ഒരു വെളിച്ചക്കുറവ്, കാരണം സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്നു. ഈ ഒരു വെളിച്ചക്കുറവ് മാത്രമല്ല, ഈ പ്രതികൂല കാലാവസ്ഥ, മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രക്ഷാദൗത്യം വീണ്ടും ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ നേരത്തെ തന്നെ വലിയ അളവിൽ ചവറ് എടുത്തു മാറ്റിയതാണ്. അതിനുശേഷവും വന്നടിയുന്ന ചവറാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ ഈ ടണലിൻ്റെ അടിയിൽ വലിയ രീതിയിലാണ്, പാറക്കെട്ട് പോലെ ഉറച്ച രീതിയിലാണ് ഈ ചവറ് മുഴുവനായി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഉറച്ചുപോയ മാലിന്യം ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ട് അവിടേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമായി നിൽക്കുന്നു. എത്രത്തോളം അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഈ ഭാഗത്ത് മാലിന്യം നീക്കം ചെയ്തിരുന്നു. അപ്പോൾ കിട്ടിയത് 700 ലോഡ് മണ്ണും മാലിന്യങ്ങളുമാണ് എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അതിനുശേഷം അടിഞ്ഞുകൂടിയ മാലിന്യമാണിപ്പോൾ ഒരാൾ പൊക്കത്തിൽ ഉറച്ചു പോയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. റിനു ശ്രീധർ കൂടിയുണ്ട്. റിനു, ഇപ്പോൾ നേവി കൂടി എത്തിയിട്ടുള്ള പരിശോധന ആലോചിക്കുന്നു. ഇതിനിടയ്ക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഇനി വരും മണിക്കൂറുകൾ എന്ന് പറയുന്നത് നേരത്തെ അഷിൻ ഡിയാഗോ പറഞ്ഞതുപോലെ തന്നെ രാത്രിയാകുന്നു, വെളിച്ചക്കുറവ് ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കും. എത്രത്തോളം ഇനി പ്രതീക്ഷ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇപ്പോൾ അവിടെ പറയുന്ന രക്ഷാപ്രവർത്തകർ?
പ്രതീക്ഷയുണ്ട്. കാരണം പ്രതീക്ഷയ്ക്ക് യാതൊരുവിധ മങ്ങലേറ്റിട്ടില്ല. പൂർണ്ണ സജ്ജമാണ്. മനുഷ്യസാധ്യമായതെല്ലാം അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി, ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുമെന്നുള്ളതാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നഗരസഭയും റെയിൽവേ അധികൃതരെല്ലാം തന്നെ അറിയിച്ചത്, മന്ത്രി അടക്കം പറഞ്ഞത്. എന്തായാലും നിലവിലിപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് രക്ഷാദൗത്യം പോയിരിക്കുന്നു. അതായത് ഏകദേശം വലിയ ഒരു പമ്പ് സെറ്റ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ പമ്പ് സെറ്റ് ഇതിനകത്തേക്ക് ഇറക്കും. ഈ കനാലിനകത്തേക്ക് ഇറക്കിയതിന് ശേഷം അതിൻ്റെ മറ്റൊരു വശവും എയർ സർക്കുലേഷൻ ഒപ്പം വെള്ളവും അടിച്ച് കലക്കി ഇതിനെ ഈ അടിഞ്ഞിരിക്കുന്ന മാലിന്യം, വർഷങ്ങളായി അടിഞ്ഞുകൂടി പാറ പോലെ ഇരിക്കുന്ന മാലിന്യത്തെ അടിച്ച് കലക്കി പ്രഷർ കൊടുത്ത് ഇതിനെ മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോയി പാർവതി പുത്തനാറിൻ്റെ ഭാഗത്തേക്ക്, ഈ ആമയിഞ്ചാൻ തോടിൻ്റെ മറ്റൊരു വശത്തേക്ക് കൊണ്ടെത്തിച്ച് ഈ മാലിന്യം കളയുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തൊരു ദൗത്യത്തിലേക്ക് ഫയർഫോഴ്സ് സംഘം നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള മോട്ടോർ സംവിധാനം ഒക്കെ തന്നെ എത്തിച്ച് ഇതിനുള്ളിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും ഏകോപിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ ഒരു പദ്ധതി നടപ്പിലാക്കി തുടങ്ങും. ഏകദേശം 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും അവസാനമായി നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ട സ്ഥലമുണ്ട്. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ താഴ്ഭാഗത്ത്, ആ സ്ഥലത്താണ് ഇച്ചിരി വെള്ളക്കെട്ടും അതുപോലെ നല്ല സൗകര്യമുള്ളത്. ഇച്ചിരി ഈ കുറച്ച് വീതിയൊക്കെ ഉണ്ട്. ഇതിന് നീളവും വീതിയും കനാലിന് കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒപ്പം ട്രെയിൻ അധികം വന്ന് ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമോ അല്ല 5-ാം നമ്പർ പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നിന്ന് പ്രഷർ ചെലുത്തി ഈ വെള്ളം അടിച്ച് കലക്കി ഏകദേശം 50 മീറ്റർ തൊട്ടപ്പുറത്താണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ ആമയിഞ്ചാൻ തോടിൻ്റെ പുറകുവശത്തെ എൻട്രൻസ്. അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മോട്ടോർ എത്തിച്ച് ആ ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ കനാൽ വിട്ട് പുറത്തേക്ക് ജോയിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജോയി പോയിട്ടില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ NDRFൻ്റെ വിദഗ്ധ സംഘം എത്തുമ്പോഴും ഏകദേശം 50 മീറ്റർ, ഈ അപകടം നടന്നതിന് ഉള്ളിൽ 50 മീറ്റർ ഭാഗത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തെ കണ്ടു കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ അതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ ഒരു ചിത്രമൊക്കെ തന്നെ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ കിട്ടിയെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൃശ്യമല്ല എന്നുള്ളത് പിന്നീട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം. അവിടെയൊക്കെ സ്കൂബ ടീം രണ്ടാമതും എത്തി പരിശോധിച്ചു. പക്ഷേ അദ്ദേഹമല്ല എന്ന് സ്ഥിരീകരിച്ചു. തുടർന്നാണ് വീണ്ടും ഇപ്പുറത്ത് വശത്തേക്ക് ഈ മധ്യഭാഗത്ത് 3-4 പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുള്ള മാൻഹോളിൽ ഇറങ്ങി കൃത്യമായി വീണ്ടും പരിശോധന നടത്തിയത്. അവിടെയും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈ കനാലിൻ്റെ റെയിൽവേയുടെ അടിഭാഗത്തു കൂടി കടന്നു പോകുന്ന ഈ കനാലിൻ്റെ ഏകദേശം 70% പരിശോധിച്ചു കഴിഞ്ഞു. ഏകദേശം പൂർത്തിയായി പരിശോധന എന്ന് തന്നെയാണ് വിദഗ്ധ സംഘം പറഞ്ഞത്. 70% പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി അല്പം കൂടി പരിശോധനയേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്.